അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, കർത്താവിൻ്റെ ദാസന്മാർ, ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, വിശേഷിച്ച് പ്രിയ സുഖപാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്നവർ, സമീപ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ശബ്ദപരിധിയിലുമൊക്കെ നിന്ന് കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈനിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ദൈവമക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ ലഭിച്ച അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടത് കൊണ്ട് വചന ശുശ്രൂഷ കഴിയുമ്പോൾ എളിയവന് കടന്നു പോകും. പിന്നീട് ഗായക സംഘം അത് പാട്ടുപാടി ആ നിലയിൽ ആരാധിച്ച് മുൻപോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ എല്ലാം ദൈവം നടത്തിപ്പനുസരിച്ചു. ഇന്നലെയും ഇന്നും ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ അല്പം വൈകിപ്പോയി എങ്കിലും 1 മണിക്കൂറോളം ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം ഭാഗ്യം നൽകി. നിങ്ങൾ കേട്ട് സഹകരിക്കുകയും ചെയ്തു. നിങ്ങളുടെ സമയം കവർന്നെടുത്തുമില്ല. ഇന്ന് ഒരു 7 മണിക്ക് വചന ശുശ്രൂഷ ആരംഭിക്കണമെന്ന് ഉള്ള താല്പര്യത്തിലാണ് ഞാൻ നേരത്തെ വന്നത്. എന്നാൽ പലരും വരുവാനൊക്കെ പല ബന്ധപ്പാടില്ലയോ, എങ്കിൽ ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടുവാനിടയായല്ലോ. തുടർന്ന് ദൈവവചനം അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഏറെ പാട്ടുകൾ പാടി ദൈവവചനം ശുശ്രൂഷിപ്പാൻ സമയം ഏറെ എടുക്കും. അതുകൊണ്ട് ഇടയ്ക്ക് 1-2 പാട്ടുകൾ അതേ ഓക്കൂ. ഇവർ വളരെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, വാദ്യ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്ക് ഇതിൻ്റെ കണക്കും കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും അപാകത വന്നാൽ നിങ്ങളത് പരിഹരിച്ചോണം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. മമകബലം സ്തുതി ആയവൻ താൻ യഹോവ. മമകബലം സ്തുതിയായവൻ താൻ യഹോവ. മമകബലം സ്തുതിയായവൻ താൻ യഹോവ. മമകബലം സ്തുതി ആയവൻ താൻ യഹോവ. മമകബലം സ്തുതി ആയവൻ താൻ യഹോവ. ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിക്കുന്ന, ഈ പാട്ട് പാടുമ്പം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം പാട്ടിൻ്റെ ശബ്ദവും എൻ്റെ ആര് പാടിയാലും അവരുടെ ശബ്ദമായിരിക്കണം മേളിൽ നിൽക്കേണ്ടത്. വാദ്യ ഉപകരണത്തിൻ്റെ എല്ലാം ശബ്ദം പാട്ടിന് കീഴേ നിൽക്കണം. അത് കഴിഞ്ഞ് പാട്ടിൻ്റെ വരി പാടിക്കഴിഞ്ഞവർക്ക് വായിക്കാൻ കൊടുക്കും സമയം, അന്നേരം അത് മേളിൽ കയറണം. പിന്നെ ഞാൻ പാട്ട് പാടുമ്പം ഇത് താഴണം, പാട്ട് മേളിൽ നിൽക്കണം. വേദപുസ്തകത്തിലെ പ്രമാണം അതാ. സംഗീതക്കാര് മുൻപിലും വീണക്കാര് പിമ്പിൽ. നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാവൂ. അപ്പോൾ ഇവർക്ക് അവസരം കൊടുക്കും, അപ്പോൾ അവരത് കൈകാര്യം ചെയ്യും.
എനിക്ക് കണക്കൊന്നും അറിയത്തില്ല, കണ്ണ് കാണിക്കണം കണക്ക് വരുമ്പോൾ. Mamagabelam studiyaya bendan Yehova, mamagabelam studiyaya bendan Yehova, mamagabelam studiyaya bendan Yehova, mamagabelam studiyaya bendan Yehova, mamagabelam studiyaya bendan Yehova. Aya bendan Yehova, mamagabelam studiyaya bendan Yehova. Ayavൻ എനിക്കുള്ള രക്ഷയും ദൈവവുമാ, ആകയാലവൻ ഒരു വാസസ്ഥലം ചമയ്പേൻ. ആ പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും, പരമന് പരിചോക്ക് ഞാൻ. Mamagabelam studiyaya bendan Yehova, mamagabelam studiyaya bendan Yehova. Mamagabelam studiyaya bendan Yehova, ayavൻ എനിക്കുള്ള രക്ഷയും ദൈവവുമാ, ആകയാലവൻ ഒരു വാസസ്ഥലം ചമയ്പേൻ. ആ പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും, പരമന് പരിചോക്ക് ഞാൻ. മറ്റും അവനു സന്തതം ജയം പാടും, പരമന് പരിചോക്ക് ഞാൻ. മറ്റും അവനു സന്തതം ജയം പാടും, പരമന് പരിചോക്ക് ഞാൻ. ജയം പാടും പരമന് പരിചോദന
salpuretilavere uli prevegibitu salpuretilavere നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്നലെ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ അവസരം നമുക്ക് നൽകി. ഇന്ന് രാത്രിയും അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് ഈ കാലാവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുരുവാക്യം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് ലജ്ജയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പുതിയ കാര്യങ്ങളൊന്നുമില്ല, പഴയ കാര്യമാണ്. അത് 7 തലക്കെട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുത്തത്. 7 തലക്കെട്ടും 7ാമത്തെ തലക്കെട്ടിന് 7 പോയിന്റും. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. മതം മാറ്റമല്ല, സഭ മാറ്റമൊന്നുമല്ല, യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇതിനെല്ലാം നമ്മൾ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട് ഇന്നലെ, ഞാൻ അത് ആവർത്തിക്കുന്നില്ല, എല്ലാം വചനത്തിൽ നിന്നാണ്. 3ാമത്തെ തലക്കെട്ട്, ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും. 4ാമത്തെ തലക്കെട്ട്, ആരാണ് സുവിശേഷം പറയേണ്ടത്? രക്ഷിക്കപ്പെട്ട എല്ലാവരും പറയണം. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. 5, എങ്ങനെയാണ് ഇത് പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും വേണം പറയാൻ. 6, എങ്ങനെ ഇത് കേൾക്കണം? കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഇത് കേൾക്കണം. അലോഗ്യം ഉണ്ടാക്കിയല്ല കേൾക്കുന്നത്, വഴക്കുണ്ടാക്കിയല്ല കേൾക്കുന്നത്, ചീത്തയും തെറിയും പറഞ്ഞല്ല ഇത് കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഇത് കേൾക്കണം. സുവിശേഷം. അപ്പൊ 6 തലക്കെട്ട്. 7ാമത്തതായിരുന്നു ഞാൻ ഇന്നലെ ഓർപ്പിച്ചത്. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇവിടെ പൗലോസ് പറയുകയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വാക്യം ഇതാ, 16ഉം 17ഉമാ 1-ാം അധ്യായത്തിന്റെ. വിശേഷമായിട്ട് ഉള്ളൊരു വിഷയം, റോമാലേഖനത്തിൽ ഒരു പ്രധാന വിഷയം, വിശേഷപ്പെട്ട വാക്യം ഇതാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക്
ലജ്ജയില്ല. അത് പറയാൻ കാര്യം റോമാലേഖനത്തിൽ, അതിൻ്റെ റോമാലേഖനമല്ല എൻ്റെ വിഷയം, അതിലെ ഒരു പദമുണ്ട്. സുവിശേഷം ഇങ്ങനെ പറയാൻ കാര്യം 3-ാം അധ്യായത്തിൻ്റെ 23 ഇത് പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. 3:23 വായിച്ചു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും അംഗീകരിക്കുകയല്ല, എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും ആരൊക്കെയാന്ന് പുസ്തകത്തിലുണ്ട്. യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും ബർബരനും ശകനും, പിന്നെ വേറെ ഒരു ഗ്രൂപ്പുണ്ട് ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢരായി. അപ്പൊ ജ്ഞാനി എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. അപ്പോൾ ആ പാപികളെ രക്ഷിക്കണം, അതിനായി സുവിശേഷം. അതുകൊണ്ട് പൗലോസ് പറയുക, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതിന്റെ കാരണം സുവിശേഷം വിശേഷതയുള്ളത്. അതാണ് നമ്മൾ ഇന്നലെ രാത്രിയിലെ 7ാമത്തെ തലക്കെട്ടിന് 7 പോയിന്റാണ് ഞാൻ ഓർപ്പിച്ചത്. ഇന്ന് ചിലപ്പോൾ 2-3 പോയിന്റും കൂടെ കൂടും. ഇത് എത്ര കൂട്ടിയാലും മതി വരികയില്ല. 7 മാത്രം നടന്നാൽ പോരല്ലോ. എത്രയും കൂട്ടി പറഞ്ഞാലും അത് സന്തോഷമാണ്. എന്നിട്ടൊന്നും മതി വരുന്നില്ല. ഇപ്പോൾ ഒരു പാട്ടുണ്ട്, മതി വരുന്നില്ലെന്നേ കൊതി തീരുന്നില്ലെന്ന്, രണ്ടുമുണ്ട്. എന്തുവാ ഒരു പാട്ടിനെ നിങ്ങൾക്കറിയാമല്ലേ? മതിയാകുന്നില്ലേ, പിന്നെ കൊതി തീരുന്നില്ലേ. പിന്നെ വേറൊരു പാട്ടുണ്ട്, ഇത് മതിയേന്ന് ഇല്ലേ? ആട്ടെ, എനിക്കത് മതിയേ. അപ്പൊ ഇത് എത്ര പറഞ്ഞിട്ട് മതി വരുന്നില്ല, കൊതിയും തീരുന്നില്ല. കാരണം സുവിശേഷം വിശേഷതയുള്ളത്. ഇപ്പൊ എത്രാമത്തെ കൺവെൻഷനാ? എന്ത് പുണ്യം പോയോ സൂപാസ? എത്രാമത്തെ കൺവെൻഷനായത്? എന്നെ അവിടെ പോയി പമ്മിയിരിക്കുന്നു. ഇങ്ങോട്ട് വാ. ഇത് പറയുന്നത് ഇഷ്ടമല്ലേ? 13, 10, 23, 3, 26, 14ാമത്തെ കൺവെൻഷനാ. വേണ്ട, ഞാൻ പറഞ്ഞോളാം, എൻ്റെ പരുവത്തിന് ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് മതി വന്നോ? മതി വന്നില്ല. പൊക്കോ, ഇവിടെ ഇരിക്കും. മതി വന്നില്ല. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. മതി വരുന്നില്ല. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇവിടെ ഇടയ്ക്ക് ചില കസേരകൾ കിടപ്പുണ്ട്. ആരോഗ്യമുള്ള ഒരു കസേര പൊക്കാൻ കെൽപ്പുള്ള സഹോദരിയാണെങ്കിൽ അതൊന്ന് പൊക്കി കാണിച്ചാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. തീരെ പരുവക്കേടാണെങ്കിൽ നടക്കുകയില്ല. ഒരു കസേര പൊക്കാൻ കെപ്പും കടയുള്ളവരാണെങ്കിൽ അടുത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന കസേര ഒന്ന് പൊക്കി കൊടുത്താൽ അവർ വന്ന് വാങ്ങിച്ചുണ്ടെങ്കിൽ പോകും. ഓടിവാ. ആണ്ട് 2 എണ്ണം വെച്ച് പൊക്കണ്ട, ഓരോന്ന് പൊക്കാൻ പറഞ്ഞപ്പോൾ നിരക്കി വെച്ചു. ഒന്ന് പൊക്കി കാണിക്കാമെങ്കിൽ കസേര ഒന്ന് പൊക്കി കാണിക്കും. പെട്ടെന്ന് സമയം പോകുന്നു. എന്നിട്ട് ഞാൻ ഒരു പാട്ടിൻ്റെ വരിയും കൂടെ പാടാം. എന്നാ അതായിരിക്കും നല്ലത്. എന്തുവാ? എനിക്ക് പരഗതിയാരുള്ളൂ പതിനൊന്നി തെജിച്ചു സുരപുരമതി ജനാൽ. 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 അയ്യോ, എനിക്ക് പരഗതിയാരുള്ളൂ പതിനൊന്നി തെജിച്ചു സുരപുരമതി ജനാൽ. എനിക്ക് പരഗതിയാരുള്ളൂ പതിനൊന്നി തെജിച്ചു സുരപുരമതി ജനാൽ.
കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരപേക്ഷ, കൽപ്പനയല്ല. ബഹുമാനപ്പെട്ട സഹോദരിമാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും. തീരെ അവശതയുള്ളവർ അടുത്ത് നിൽക്കുന്നവരുടെ സഹായം കൂടെ ചോദിച്ചു. ഇരുന്ന കസേരയായിട്ട് മുമ്പോട്ട് വാ. മുന്നോട്ട് നിരങ്ങരുത്. കസേരയുടെ ഒരു കസേരയൊക്കെ എടുക്കാനുള്ള ആക്കം ഉണ്ടല്ലോ. മുന്നോട്ട് അങ്ങനെ എല്ലാവരും വാ. ഇരുന്ന കസേരയായിട്ട് മുന്നോട്ട് വാ. തള്ളയോടെ അങ്ങ് നിൽക്കുക. ഇങ്ങോട്ട് കയറി വരാൻ. അമ്മേ അമ്മയ്ക്ക് പടലി വേദനിക്കുമോ? ഇങ്ങനെ നോക്കിയിരുന്ന കുഴപ്പമില്ല. അങ്ങനെ വാ. ബഹുമാനപ്പെട്ട സഹോദരന്മാർ എഴുന്നേറ്റ് ഇത് കാണുമ്പോൾ ചെയ്യണ്ടായോ? എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? സഹോദരി ഇങ്ങോട്ടിരുന്നു. വേണേ അതൊരു ഇത് പോകാൻ നേരത്ത് രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാം. പുള്ളി ഇട്ടേച്ച് പോകുകയല്ല. പാവത്താന കാണുമ്പോൾ അറിയാം. പാവത്താന. യോ നിങ്ങളെല്ലാം പുറകിരിക്കുന്നവരങ്ങ് എഴുന്നേക്ക്. എന്തുവാ അങ്ങ് തീരെ പരുവക്കേടാന്നല്ലോ. എഴുന്നേറ്റ് ഇഞ്ഞ് മുന്നോട്ട് വരാൻ. നമ്മുടെ മോടെ പപ്പായും കൂടെ വന്നാട്ട് ഓർഗൻ വായിക്കുന്നത് ഞാൻ കണ്ടു. ഇഞ്ഞ് മുന്നോട്ട് പോട്ടെ. പമ്മി ഇരിക്കണ്ട, മുന്നോട്ട് വാ. പുറകിരിക്കുന്നവരിഞ്ഞു വാ. തീരെ അവശതയാന്ന് തോന്നുന്നു. മുന്നോട്ട് വാ മോനെ. എടാ മെറൂൺ കളർ ഷർട്ട് ഇട്ടവനെ മുന്നോട്ട് വാടാ. അത് തന്നെ വാ. കസേരയും കൊണ്ട് എടുത്തു. അങ്ങ് പുറകിൽ കുറച്ച് പേരിരിക്കുന്നല്ലോ. പന്തലിൻ്റെ കിടിച്ച് കുട്ടിപ്പന്തലിലെ നടത്തിപ്പുകാരാണോ ഇവിടുത്തെ? അതോ അവർ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നു? വന്നിരിക്കുന്നല്ലോ. വലിയ കാര്യം. നന്നായിരിക്കുന്നു. അമ്മേ പെടൽ വേദനിക്കുമോ? അമ്മേ ആട്ടെ. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. അന്തപുരത്തിലരങ്ങി ചന്തമേറും ശോഭമൂലം. 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 എന്തു പരിപൂർണ്ണ യാമിവഴി അണിയും വസ്ത്രം പൊൻകസപ്പു കൊണ്ടു നെയ്ത. എന്തു പരിപൂർണ്ണ യാമിവഴി അണിയും വസ്ത്രം പൊൻകസപ്പു കൊണ്ടു നെയ്ത. ദന്തം കൊണ്ടുള്ളതാ. ദന്തം കൊണ്ടുള്ളതാ. ചാന്തമേൽ രാജധാനി ദന്തം കൊണ്ടുള്ളതാ. ദന്തം കൊണ്ടുള്ളതാ. ചാന്തമേൽ രാജധാനി ദന്തം കൊണ്ടുള്ളതാ.
അന്തപുരത്തിലെ രാജി അന്തപുരത്തിലെ രാജി അന്തപുരത്തിലെ രാജി ചാന്തമേർ ശോഭമൂലം അന്തപുരത്തിലെ രാജി ചാന്തമേർ ശോഭമൂലം അന്തപുരത്തിലെ രാജി ചാന്തമേർ ശോഭമൂലം അന്തപുരത്തിലെ രാജി ചാന്തമേർ ശോഭമൂലം എന്തു പരിപൂർണ്ണ ആദിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ 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 എൻ മനസ്സുയരുന്നതോ നന്മകേറും വചനത്താൽ എൻ ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ജന്മയോടറിയിച്ചിരുന്നു. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ജന്മയോടറിയിച്ചിരുന്നു. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ജന്മയോടറിയിച്ചിരുന്നു. ദന്തി ദന്തം കൊണ്ടുള്ളതാ ചാന്തമേർ രാജധാനി ദന്തി ദന്തം കൊണ്ടുള്ളതാ ചാന്തമേർ രാജധാനി സ്വാതമോദം വരുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം സ്വാതമോദം വരുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം കരമുയർത്തി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ. രണ്ട് പാട്ടങ്ങ് പാടിയതാ, ഇനി ചിലപ്പോൾ പാടാൻ ഒത്തൊന്ന് വരികയല്ല, പ്രസംഗമായിരിക്കും. അപ്പോൾ അത് അവർക്കും പിന്നെ പ്രയാസം വരരുത്. ചിലപ്പം നോക്കട്ടെ, പരുവം പോലെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത
എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇന്നലെ ചിന്തിച്ചതാ, ഒന്നുകൂടെ ഓടിച്ചങ്ങ് പോകാം. ഒന്ന്, ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. അതാണല്ലോ കുറുവാക്കി. ഒന്നുകൂടെ വായിച്ചോ, 16:1-16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, സംസ്ഥാനങ്ങളെ രക്ഷിക്കും, രാജ്യത്തെ രക്ഷിക്കും, രാഷ്ട്രങ്ങളെ രക്ഷിക്കും, ലോകത്തെ മുഴുവൻ രക്ഷിക്കും. സുവിശേഷം ഒരു വിഭാഗത്തിന്റെയോ മതത്തിന്റെയോ സഭയുടെയോ സംഘടനയുടെയോ ഒരു വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അല്ല. സുവിശേഷം മുഴു ലോകത്തിനുമാണ്. മുഴു ലോകത്തിനും വേണ്ടിയാ സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട. ഇവിടെ സ്തോത്ര കാഴ്ചയെടുത്ത് ഇതിൻ്റെ ചെലവിന് വേണ്ടി, അല്ലാതെ രക്ഷപ്പെടാനല്ല. പുള്ളി രക്ഷപ്പെടാനാണ്. കാരണം ഇത് കഴിയുമ്പോൾ പുള്ളി പ്രയാസപ്പെടും. അത് വരരുത്. അതിന് ദൈവനാമത്തിൽ അർപ്പിച്ചിരിക്കുന്നതാണ്. ഇത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. അന്ന് ആ കാണിക്ക ഇട്ടേക്കാം, മേളിലോട്ട് പോകും, പൊള്ളാം. അങ്ങനെ അന്ന് കാശുകാർ മാത്രമേ മേളിലോട്ട് പോവുള്ളൂ. കാണിക്കയിട്ട് സ്വർഗത്തിൽ പോകാൻ ആരും നോക്കരുത്. കാണിക്കയല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. നീ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പൊ ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഇത് സമാധാനം തരും. വായിച്ചോ, 6:14 എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-15 തിരുവെഴുത്തുകൾ അറിവുള്ള വാക്യമാണ്. എങ്കിലും വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എന്തോ സമാധാനമാണ്? സകല ബുദ്ധിയെയും കവിയുന്ന അതാ സമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതിന് ഉദാഹരണം കർത്താവ് തന്നെ. കർത്താവ് ഈ ഒലിവമല പ്രഭാഷണവും ഗിരിപ്രഭാഷണവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രൂശീകരണത്തിന് മുൻപ് യേശു കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുകയാ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലല്ല, എൻ്റെ സമാധാനം. ഇത് കർത്താവ് പറയുമ്പോൾ തന്നെ ന്യായമായി പഠിച്ചാൽ യേശു പീഡ അനുഭവിക്കാൻ പോവുക. കർത്താവിനറിയാം, ഒലിവുമലയിൽ ചെല്ലും, ഗെത്സമനയിൽ ചെല്ലും, പ്രാർത്ഥിക്കും. വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായിട്ട് ആൾക്കാർ കയറി വരും, പിടിക്കും, പിടിച്ചു കെട്ടും, ഉപദ്രവിക്കും, ആക്ഷേപിക്കും, പരിഹസിക്കും. അതിനുശേഷം കോടതികൾ മാറി മാറി വിസ്തരിക്കും, കാർക്കിച്ച് തുപ്പും, മുഷ്ടികുരുട്ടി ഇടിക്കും, കന്നത്തടിക്കും, കണ്ണു മൂടിക്കെട്ടി കന്നത്തടിക്കും, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കും, മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ച് കണ്ണ് വെളിയിലോട്ട് ഉന്തി വന്നെന്ന അങ്ങനെയൊക്കെ സംഭവിക്കും. മുതുക് ഉടവജാല പോലെ നീളത്തിൽ കീറും. ഒടുവിൽ പീലാത്തോസിൻ്റെ കൽത്തുളം മുതൽ നടന്ന് കുരിശുമലും ചുമന്ന് കാൽവറിയിലെത്തും. 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാണുകളാൽ തറയ്ക്കപ്പെട്ട് കിടക്കും. അവിടെ കിടന്ന് വെള്ളം ചോദിക്കും, ദാഹിക്കുന്നെന്ന് പറയും. കയ്പുകാടി കണ്ടിവെണ്ണ കലർത്തിയ ആ വെള്ളം കൊണ്ട് കൊടുക്കും. ഇത് രുചിച്ചു നോക്കിയെന്നാ. ഇതൊക്കെ സംഭവിക്കും. മാത്രമാണോ, ഈ ഭൂമി കുലുങ്ങും, ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് ചീന്തും, പാറ വിളരും, കല്ലറ ഉറക്കപ്പെടും. ഒടുവിൽ മരിച്ചെന്ന് ഉറപ്പ് വരുത്തും. ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടും. മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ വിലാപ്പുറത്ത് കുത്തും, രക്തവും വെള്ളവും ചാടി പുറപ്പെടും. ഇതെല്ലാം യേശുവിനെ അറിയാം. ഈ അനുഭവത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും യേശു പറയുകയാ, എൻ്റെ സമാധാനം. അപ്പൊ ഇത് അനുഭവിക്കുമ്പോഴും ഇത് സഹിക്കാൻ പോകുമ്പോഴെല്ലാം സമാധാനത്തോടാണ്. ഇതാ നമുക്കുള്ള സമാധാനം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കടഭാരമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭാരിച്ച കടമുള്ളവരുണ്ട്, വിവിധ വിഷയങ്ങൾ രോഗപീഠകളുള്ളവരുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടിയിരിക്കാം, അവയവങ്ങൾ ചിലപ്പോൾ മുറിച്ച് നീക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്.
എന്നാലും സമാധാനമാണ്. അതാ യേശുവൻ എന്നാ സങ്കടപ്പെട്ടിരിക്കുന്ന സമാധാനമില്ലേ? സമാധാനമില്ലേ? അപ്പൊ ഇന്ന് രാത്രി ഓർക്കുക, സുവിശേഷത്തിന്റെ വിശേഷത 2, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ? അതെന്താ? സുവിശേഷം സമാധാനം തരുന്നതാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനമാണ്. ഒരു വീട്ടിലെത്തിയാൽ ആ വീടിന് സമാധാനം. ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ മൈക്ക് ഈ അമ്മമാരുടെ കയ്യിലോ ഈ സഹോദരന്മാരുടെ കയ്യിലോ കൊടുത്താൽ അവരിങ്ങോട്ട് കയറി പറയുന്നത് ഇതായിരിക്കും: ഒരിക്കൽ സമാധാനമില്ലായിരുന്നു, യേശു സമാധാനം. ഇതെല്ലാവർക്കും പറയാനുള്ളത്. അപ്പൊ സുവിശേഷം തന്നെയല്ല, ഇത് സമാധാനത്തിന്റെ മാർഗമാണല്ലോ. അതെ. ഉദാഹരണം, നമ്മളൊരു യോഗം നടത്തുമ്പോൾ ആരേലും ഒരു പൂഞ്ഞാൻ വന്ന് ഇവിടെ നടത്താനൊക്കത്തില്ല, പോ കെട്ടും കെട്ടിയെടുത്ത് ഉടനെ തന്നെ നമ്മുടെ ഉപദേശിമാര് ആ ലഘുലേഖയും ടൂ വീലർ ചെറിയ മൈക്ക് കൊടുത്ത് ഉടനെ പോവുക, ഇല്ലയോ? അതിനാ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. നേരത്തെ ആയിരുന്നല്ലോ ഇവൻ പോവുമോ ഒരു നടക്ക്? ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ ഇവൻ ഒരു നടക്ക് പോകുമോ? ഉടനെ ചോദിക്കുക, എന്നാടാന്ന് ചോദിക്കുക. എന്നാ? പണ്ട് ഞങ്ങൾക്കൊരു തള്ളയുണ്ടായിരുന്നു, വലിയ തൻ്റെ അടുത്ത് തള്ളയാണ്. അവരിപ്പോഴും ഉണ്ട്. അവരിപ്പം നല്ല ദൈവവൈതലായി തീർന്നു. ആയ കാലത്ത് ഭയങ്കര അഭ്യാസമൊക്കെ പഠിച്ച അമ്മയെ ഇപ്പം 100 വയസ്സുണ്ട്. അവരുടെ ആയ കാലത്ത് ആരെ അടിക്കുന്ന തള്ളയായിരുന്നു. അഭ്യാസവും അറിയാം, ആരോഗ്യമുണ്ട്. ചിലക്ക് ആരോഗ്യമുണ്ടേ അഭ്യാസം അറിയത്തില്ല. അഭ്യാസം അറിയാമെങ്കിൽ ആരോഗ്യം തള്ളയ്ക്കത് രണ്ടുമുണ്ട്. അപ്പം ഞാനൊരിക്കലെ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ മുളമൂട്ടിലെ വക്കീലിനെ തല്ലിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ? പണ്ട് പാർട്ടിക്കാരിയായിരുന്നു. വളരെ വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുളമൂട്ടിലെ വക്കീലിനെ അമ്മ തല്ലിയിട്ടുണ്ടെന്ന് പിന്നെ അവനെ കാലുമടക്കി അടിച്ചു. കയറി അവനെ 6 അടി പൊക്കമുണ്ട്. ഞാൻ അടിച്ചു. പിന്നെ കാലുമടി ഞാൻ അങ്ങോട്ട് മുച്ചവിടെ കയറുന്നുണ്ട്. കാലുമടക്കി 6-ാം മൈൽ പതപ്പയ്ക്ക് അടിച്ച് താഴെ ഇട്ടെന്ന്. അപ്പം അതിനെ മർമ്മസ്ഥലമൊക്കെ തള്ള എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അടിക്കണമെന്ന്. നമ്മൾ ചെയ്യത്തില്ല. എന്നാ? ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. നമ്മുടെ പതപ്പയ്ക്ക് അടിച്ചാലും നമ്മൾ മിണ്ടുകയല്ല, സ്തോത്രം പറഞ്ഞു പോരുകയുള്ളൂ. അപ്പൊ അമ്മ ആയ കാലത്ത് ഇങ്ങനെയൊക്കെ പയറ്റി തെളിഞ്ഞ അമ്മയാ. പക്ഷെ ഇപ്പോൾ ആ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ആരെങ്കിലും ചെന്ന അമ്മ സ്തോത്രമേ പറയൂ. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതെ. നമ്മളെ ഉപദ്രവിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും യോഗം നടക്കുമ്പം അതിനകത്ത് കയറി അലമ്പുണ്ടാക്കുന്നവരും ട്യൂബ്ലൈറ്റ് തല്ലി പൊട്ടിക്കുന്നവരും ബൈബിള് പറിച്ചു കീറുന്നവരും കാലുമടക്കി ബൈബിൾ അടിച്ച് ഊരക്കളയുന്നവരും ഉപദേശിമാരെ കൊങ്ങായിക്ക് പിടിക്കുന്നവരും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരൊക്കെ ഒത്തിരി ഉണ്ട്. പലയിടങ്ങളിലും ഉണ്ട്. ആരും തിരിച്ചടിക്കാറില്ല, ഒന്നും പറയുന്നില്ല. പലരും ഇത് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതെന്നാ? തിരിച്ചടിക്കാൻ ആരോഗ്യമില്ലാഞ്ഞിട്ടാണ്. ഒരടിക്കുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, ഇല്ലേ? പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശി പീലിക്കുഞ്ഞെന്ന് പറയും. പീലിക്കുഞ്ഞ് സൂചാട്ടം പറഞ്ഞപ്പോൾ ഒരുത്തം വന്ന അയാൾ പണ്ട് അഭ്യാസിയായിരുന്നു. പൊന്തപ്പുഴ പീലിക്കുഞ്ഞ് വലിയ അഭ്യാസിയും വലിയ തൊടുമർമ്മം അറിയാമായിരുന്നു. പുള്ളിക്ക് തൊടുമർമ്മം. ഇത് തല്ലാൻ വന്നവൻ അറിഞ്ഞില്ല. അവനെങ്ങാണ്ട് പുറത്താണ്ട് പരുവക്കേട് പഠിച്ച് ഉപദേശിയായിരുന്നു. ഇവിടെ പോടോന്നും പറഞ്ഞു. അപ്പോൾ അടിക്കാൻ ചെന്നപ്പം പുള്ളി മോനെ കുഞ്ഞെ അടിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞ് അടി വന്നപ്പോൾ തടഞ്ഞപ്പോൾ പിന്നെ അവൻ ഇങ്ങനെ പോവുക. ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ പുള്ളി അടിച്ചില്ല, അടി വന്നപ്പം തടഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ തിരിച്ചടിക്കത്തില്ല. തെറി പറഞ്ഞാൽ തിരിച്ച് തെറിയൊന്നും പറയത്തില്ല. എന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങളോടും അതാ പറയാനുള്ളത്. എന്ത്? തിരിച്ചൊന്നും പറയരുത്, തല്ലുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, അനാവശ്യം പറയരുത്, തെറി പറയരുത്, ചീത്തയൊന്നും വിളിക്കരുത്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാനോ ആക്ഷേപിക്കാനോ വന്നാൽ സ്തോത്രം പറഞ്ഞോണം. നല്ല ശേലായി. ഇപ്പൊ നിങ്ങൾ പറയാ തനിക്ക് പറഞ്ഞേറ്റങ്ങ് പോയാൽ മതി, ഞാനായിവിടെ. അതിന്റെ കാരണം പറയാം. ഇത് വഴക്കിന്റെ മാർഗമല്ല. സുവിശേഷം ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് സമാധാനമാണ്, വഴക്ക് മാറും. ഭാര്യയും ഭർത്താവും അന്യോന്യം തെറി പറയുകയും ഭർത്താവ് തല്ലാൻ ചെല്ലുമ്പോൾ ഭാര്യ ചട്ടുക എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടാകും.
ചോറ് താടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തടയെന്ന് ചോറെടുത്ത് കൊണ്ട് ആവി പറക്കുക. എന്ത് വാടി ഇത്, മീനച്ചൂടാന്നും പറഞ്ഞ ഒരു ഇടി. മീനച്ചൂട്, മീനമാസത്തിലെ ചൂട് പോലാന്ന് ചോറ്, കൈയിടാൻ മേല. അവര് തടയെന്ന് കൊണ്ട് കൊടുത്തത് മീനച്ചൂട് പോലാന്ന് ഈ ചോറ് തരുന്നു. രണ്ടും രക്ഷിക്കപ്പെട്ടതല്ല. ഉടനെ തള്ള എന്നെ എടുത്തു ഒരു മൊന്തക്കകത്ത് വെള്ളം കൊണ്ട് അതിലോട്ട് അങ്ങ് ഒഴിച്ചു. എന്നാ തേണ്ട ചൂടാന്നെങ്കിൽ മഴ പെയ്യുകയാണ്. നേരത്തെ അയാളും വിട്ടുകൊടുത്തില്ല. മഴയുണ്ടെങ്കിൽ ഇടിയുണ്ടടി എന്ന് പറഞ്ഞ് കുടുംബിക്ക് പിടിച്ചേച്ച് നല്ല മഴ മാത്രമല്ല നല്ല ഇടിയുണ്ടെന്ന്. തള്ളയും വിട്ടില്ല. തള്ള അകത്ത് നിന്ന് തീക്കൊള്ളി എടുത്തേച്ച് പറഞ്ഞ് കൊള്ളിയാൻ മിന്നുന്നുണ്ടെന്ന് അയാളെ കുത്തി. ഇത് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ, മനസ്സിലായോ? എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ സമാധാന സുവിശേഷം വന്നു കഴിഞ്ഞാൽ ചൂടാന്ന് പറഞ്ഞ് ബഹളമുണ്ട്. അയ്യോ എൻ്റെ അച്ചായ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളു. പഴയ രീതി വെച്ച് പറയാം, ഞാനിപ്പം മുറവെടുത്തോണ്ട് വന്നൊന്ന് വീശി. അതാ സമാധാനത്തിൻ്റെ മാർഗമാണ്. അല്ലെങ്കിൽ വിശറി ഉണ്ടേ ഒന്ന് വീശി, അല്ലെങ്കിൽ ഒരു മുഴുത്ത പാത്രം കൊണ്ട് വന്ന ചോറ് ആ പാത്രത്തിലോട്ട് വിടർത്തിയിട്ട്. ഇതാ സുവിശേഷത്തിൻ്റെ വിശേഷത. ഇത് വരാതിരുന്നപ്പോഴാ തീക്കൊള്ളിയും ഇടിയും ഒക്കെ. അത് നേരത്തെ. ഇപ്പൊ ഇത് സുവിശേഷം കേട്ട് കഴിയുമ്പോഴെല്ലാം സമാധാനമാണ്, അല്ലേ? ഭർത്താവ് അല്പം കോപിച്ചെന്ന് കണ്ട ഉടനെ മിണ്ടുകയല്ല, ഇല്ലേ? ഭാര്യ അല്പ ഇടമ്പനാന്ന് കണ്ട ഭർത്താവ് ഒന്ന് വണ്ടി എടുത്തോണ്ട് എവിടോട്ടെങ്കിലും പൊക്കോണം. തിരിച്ചു വരുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം, അവർക്ക് ഇഷ്ടമുള്ളത്. അന്നേരം ഒരു പരുവത്തിലൊക്കെ ആകും. ഒന്നും അറിയാൻ മേല. ഇത് സുവിശേഷത്തിന്റെ മാർഗം ഇതാണ്. ഇത് അലോക്യം ഉണ്ടാക്കുന്നതല്ല, ബഹളം ഉണ്ടാക്കുന്നതല്ല, സമാധാനമാണ്. നീന്നധികം തന്നിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാം ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിയ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പം സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ആ സമാധാനം അനുഭവിക്കുന്നവര് കരമുയർത്തി, നന്നായിട്ട് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉണ്ടോ? സമാധാനമാണ്. ആട്ടെ, ദീർഘമാക്കുന്നില്ല. ഞാൻ ഇന്ന് 9 മണിക്ക് പ്രസംഗം നിർത്താനായിരുന്നു. 7-ന് തന്നാൽ 9-ന് നിർത്താമല്ലോ എന്നൊരു ചിന്തയല്ല നേരത്തെ വന്നത്. എന്നാലും പല കാര്യങ്ങളല്ലേ, ഒടുവിലത്തെ ദിവസവും ഈ മഹായോഗത്തിൻ്റെ സമാപന ദിവസവും പല കാര്യമുണ്ട്, അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു 9:15 നിർത്തും. മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. നന്നാകാനാന്നേ ഒറ്റവാക്യം മതിയല്ലോ. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗം. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ ഒരു വിശേഷത, ഈ സുവിശേഷം വാഗ്ദത്തം ചെയ്തതാ. ചെല്ലു പറയാ സുവിശേഷം ഈ അടുത്ത കാലത്താണ്. അല്ല, ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. ചെല്ലു പറയുന്നതിന് സുവിശേഷം ഈ അടുത്ത കാലത്താ സുഖുവാ ഇവിടെ കൊണ്ടുവന്നത് അല്ല. ഉടനെ ചെല്ലു പറയും സുഖുവിന് മുമ്പ് ആളുണ്ടായിരുന്നു ഇവിടെ.
കല്ലിയൂർ കുഞ്ഞുമോനായത് ഇവിടെ അല്ലേ? കല്ലിയൂർ കുഞ്ഞുമോന് ഉണ്ടോ? എന്തിയേ? എവിടെയല്ലോ ആട്ടെ. അപ്പൊ ചെല്ലങ്ങ് പറയും ഇത് കുഞ്ഞുമോൻ കൊണ്ട്. എടേ, കുഞ്ഞുമോന്റെ അല്ല സുവിശേഷം. ഉടനെ ചെല്ലി പറയുക ഇത് സുവിശേഷം മോശവത്സന ശാസ്ത്രിയാരുടെയാണ്. അല്ല, സുവിശേഷം അടുത്ത കാലത്ത് കിളിച്ചു വന്നതല്ലെന്ന്. സുവിശേഷം നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. ഒരു വാക്യം വായിച്ചോ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു. അപ്പൊ ഇത് അടുത്ത കാലത്ത് ഒപ്പിച്ചോണ്ട് വന്നതല്ല. ചില ആൾക്കാർ ധരിച്ചേക്കുന്ന കുക്കുസായിപ്പ് കൊണ്ടുവന്നതാടാ സുവിശേഷം. ഉടനെ ഒരു തള്ള പറയുക ഇത് സായിപ്പന്മാര് കൊണ്ടുവന്നതാണ്. അല്ല, ഇത് സായിപ്പിന്റെ ഇറക്കുമതി അല്ലെന്ന് സുവിശേഷം. ഇത് ഉണ്ണുണ്ണി സാർ കൊണ്ടുവന്നത് വല്ല IPCയുടെ സ്ഥാപകനെ. ഇത് ഒരു സഭയുടെയും സ്ഥാപകർ കൊണ്ടുവന്നതല്ല. സുവിശേഷം ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അത് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇതിന്റെ ഉത്തരവാദിയും കാരണക്കാരനും സ്വർഗത്തിലെ ദൈവമാണ്. ഒന്നുകൂടെ വായിച്ചോ, കേട്ടില്ലെന്ന് തോന്നുന്നു. വായിര്. ദൈവം തന്റെ പുത്രനും ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. സുവിശേഷത്തിനായി മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. അടുത്ത കാലത്ത് ഒപ്പിച്ചതല്ലെന്ന്. ഉൽപ്പത്തി പുസ്തകം മുതൽ അങ്ങോട്ട് പഠിച്ച് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. ഏതാ? യേശു ക്രിസ്തു. ഉൽപ്പത്തിയിലുണ്ടല്ലോ സ്ത്രീയുടെ സന്തതി, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. പുറപ്പാടിലുണ്ടല്ലോ പെസക കുഞ്ഞാട്, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ലേവ്യ പുസ്തകത്തിലുണ്ടല്ലോ യാഗമാക്കപ്പെട്ട ഒരു കുഞ്ഞാട്. സ്തോത്രം. സംഖ്യാപുസ്തകത്തിലും ഈ കുഞ്ഞാടിന് ഈ യേശുവിനെ പറ്റിയാ സ്തോത്രം പറയുന്നത്. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. അടിക്കപ്പെട്ട പാറ, ഇങ്ങനെയൊക്കെ ഒത്തിരി തെളിവുകളുണ്ട്. ആവർത്തന പുസ്തകത്തിലും മുമ്പ് കൂട്ടി ഒരു പ്രവാചകന് അയക്കുമെന്ന്. യോശുവയുടെ പുസ്തകത്തിലുമുണ്ട് ഒരു ദൂതൻ എരിഹോവിന് സമീപത്ത് നിൽക്കുമ്പോൾ. ന്യായാധിപന്മാരിലുമുണ്ട് ഈ വാഗ്ദത്തം. ഞാൻ നിങ്ങൾക്ക് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. ദൂത്തിലുമുണ്ട് ഈ വാഗ്ദത്തം. വീണ്ടെടുപ്പുകാരൻ ഇല്ലേ? ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അടുത്ത കാലത്ത് കിളിച്ച് കൊണ്ടുവന്ന മാർഗമല്ല. ചില ആൾക്കാർ പറഞ്ഞു ഇത് കപ്പലേൽ ഇറക്കിയതാടാ. ആര് കപ്പലേ ഇറക്കി? കപ്പലല്ലാന്നോ സുവിശേഷം ഇറക്കുന്നത്? സുവിശേഷം സ്വർഗത്തിൽ നിന്ന് വന്നതാ. ഇത് കപ്പലേലും പ്ലെയിനേലും വള്ളത്തേലും മഞ്ചിയാലും ഇറക്കിയതല്ല സുവിശേഷം. ഇത് ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അതിനാ വാഗ്ദത്തം. അയ്യോ, സുവിശേഷം യേശുക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, എപ്പോൾ ജനിക്കും, ജനിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഇതെല്ലാം മുമ്പ് കൂട്ടി. ഞാൻ വാക്യം എടുത്ത് വായിച്ചോ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കൂട്ടി 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അതെല്ലാം എഴുതി വെച്ചിരിക്കുക. അല്ലാതെ ഇപ്പൊ ഒപ്പിച്ചതല്ലെന്നിത്. എങ്ങനെ ജനിക്കും? 7:14 ഷിയാവ്. ജനിക്കുന്ന ശിശുവിന്റെ പ്രത്യേകത 9:6. ആ ജനിക്കുന്ന ശിശു എന്തോ കഴിക്കും? 7:14. ആ ശിശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അതാണ് 9-ാം അധ്യായത്തിന്റെ 1, 2, 3. ആ ശിശു ഏത് കുടുംബത്തിൽ നിന്ന് വരും? 11-ാം അധ്യായത്തിന്റെ 1. ആ ശിശു എങ്ങനെ ഭരിക്കും? 11-ാം അധ്യായത്തിന്റെ 5:32. ആ ശിശുവിന്റെ വിശേഷത കുഞ്ഞാട, രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. യെശയ്യാ 53:6-7. ആ വാഗ്ദത്തം ചെയ്ത സുവിശേഷം ഒരു നിത്യരാജ്യം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി. എല്ലാം വാക്യമാണ്. എല്ലാം എടുപ്പിക്കാൻ നേരമില്ല. എന്നാലും ഒന്ന് വായിച്ചോ, അല്ലെ പറയും അതിൽ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോയെന്ന്. വായിക്കാൻ. അതുകൊണ്ട് 7:14 അല്ലയോ? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കും. ഈ സുവിശേഷം യേശു ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് വാഗ്ദത്തം ചെയ്തു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കണ്ടോ കണ്ടോ ഒത്തത് കണ്ടോ? സൂക്ഷം 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തു. സ്തോത്രം. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ൂതന്മാരനുദിനം കാണാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ദൂതന്മാരനുദിനം കാണാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, കന്യകാശൂന്യമായി ഈ ഭൂമിയിൽ പിറക്കും. കന്യക ഗർഭിണിയായി മകനെ സുവിശേഷം മുമ്പ് വാഗ്ദത്തം ചെയ്തതാ. ആ വാഗ്ദത്തം ആ കന്യകയുടെ മകനായിട്ട് ജനിക്കുവന്നു. ജനിച്ചു കഴിഞ്ഞ ആ ശിശുവിന്റെ വിശേഷത 9:6 വായിച്ചോ. വാഗ്ദത്തം ചെയ്തതല്ലേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒത്തിരി പേരെ നൽകിയിട്ടില്ല കേട്ടോ, ഒന്നേ ഉള്ളേ. ഓ, ആരോട് പറയാൻ? ഒന്നുകൂടെ വായിര്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു ശിശു കേട്ടോ, ഒരു ശിശു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്നാ സ്വർഗം ഒന്നാ, സൂര്യൻ ഒന്നാ, ചന്ദ്രൻ ഒന്നാ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാ, ദൈവം ഒന്നാ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒന്നാ. ഒരു ദൈവം, ഒരു പരിശുദ്ധൻ, ഒരു മധ്യസ്ഥൻ, ഒരു സ്വർഗം. നരകോ ഒന്ന്. പുരാണങ്ങളിലൊക്കെ പല നരകമുണ്ട്, നരകത്തിന് പല വകഭേദം ഉണ്ടെന്നാ. പിന്നെ താമിശ്രം, അന്തതാമിശ്രം, വൈതരണി, കുംഭിഭാഗം, ഭൂയോതകം, ആസിപത്രം, ഇതെല്ലാം ഒത്തിരിയാ. ഓ, വൈതരണ്യാകുന്നത് തൃഷ്ണയും. വൈതരണി അതൊരു നരകമാണ്. എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. വൈതരണ്യാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം. ചിന്തിച്ച് ജാതിഹേ കൈകൊള്ളുക നീ സന്തതവും രക്ഷപ്പെടാന്ന. അപ്പൊ പല നരകം പലതാ. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ദൈവം, ഒരേ ഒരു ദൈവം, രക്ഷയും ഒന്നാ. നമുക്ക് ഒരു ശിശു, ഒരു മകൻ. അങ്ങനെ ഒന്നുകൂടെ വായിച്ചോ കർത്തൃദാസനെ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഒത്തിരി ഇല്ല, ഒന്ന്. പിന്നെ നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മകൻ വരുന്നു, പരമപിതാവും അവനെ കാണാൻ തേടി വരുന്നു. ഒരു മകൻ വരുന്നു, പരമപിതാവും അവനെ കാണാൻ തേടി വരുന്നു. വരുന്നു, പരമപിതാവും അവനെ കാണാൻ തേടി വരുന്നു. അതെ, സമയം പോകുന്നു, പാടാൻ നേരം. അപ്പോ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തത് ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഇതെല്ലാം ഏകവചനമാ. ഒരു മകൻ, ഒരു ശിശു, ആധിപത്യം അവന്റെ തോളിൽ. എല്ലാം ഏകവചനമാണ്. വായിച്ചേ. ജോഡി വായിക്കാൻ എന്നെ നോക്കാനാണോ പറഞ്ഞത്?
അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. മന്ത്രിമാരെ നല്ല അത്ഭുത മന്ത്രി അല്ല, ഏകവചനമാണ്. ആമേൻ. ശ്രദ്ധിച്ചേ, അത്ഭുത മന്ത്രികളെ നല്ല അത്ഭുത വീരനാം ദൈവം, അതും ഏകവചനമാ. പിന്നെ നിത്യപിതാവ്, അതും ഏകവചനമാ. സമാധാന പ്രഭു, അതും ഏകവചനമാ. മതി മതി, എന്തിനാ ഒത്തിരി വായിക്കുന്നേ? സ്തോത്രം. ദൈവം ഒരുവനല്ലോ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ദൈവം ഏകനെന്ന്. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. അപ്പൻ ചത്തുപോയ അപ്പൻ ദൈവമായിട്ട് വരത്തില്ല തങ്കച്ചാ. അതാ പുള്ളിക്കറിയാം. കണ്ട കറക്റ്റ് കാര്യം. പുള്ളി അവിടെ നിന്ന് പോരുതേ, ഇരിക്കണം. അത്ര തന്നെ. പുള്ളിക്കുള്ള ബോധം പോലെ ഈ തള്ളക്കില്ലല്ലോ എന്നുള്ളതാ എൻ്റെ. അതാ ദൈവത്തിന് മഹത്വം. അപ്പനും അമ്മയും ചത്തുപോയാൽ ഇച്ചിരി കഴിയുമ്പോൾ ദൈവം കളിച്ച് വരികയല്ലെന്ന്. ഇത് ചത്തുപോയ അപ്പനെ പട്ടി ഓടിപ്പം അച്ഛനാന്നോടാ 4 കാല്. പോതക്കേട് വിളിച്ച് പറയാതനാ. തിരിയളകരുത്, എൻ്റെ കൂടെ നിൽക്കാവുള്ള. ആത്മാക്കൾ ദൈവം എന്തു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 10 100 ദൈവങ്ങൾ, സത്യദൈവമൊന്നേയുള്ളൂ. 10 100 ദൈവങ്ങൾ, സത്യദൈവമൊന്നേയുള്ളൂ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കാരൂപി, ഊർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഊർവിയിൽ തുല്യനില്ല. ഓ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. കരമുയർത്തി ഈ ദൈവത്തെ മഹത്വപ്പെടാത്ത ഒരു ദൈവം ഉള്ളുക. അത് ശ്രീനാരായണ ഗുരു അവർകൾ വളരെ ക്ലിപ്തമായിട്ട് പറഞ്ഞ നല്ല മനുഷ്യനെ വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, അങ്ങേർക്ക് അറിവുള്ള മനുഷ്യന് ഒരു ദൈവം. ആ ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, ഹൈന്ദവന്റെ മാത്രം ദൈവമല്ല, ബുദ്ധന്റെയും ജൈനന്റെയും പാഴ്സികളുടെ മാത്രമല്ല. ആ ദൈവം സകല മനുഷ്യന്റെയും ദൈവമാണ്. മനുഷ്യനായി കൊന്ത്രാക്കള്ളിയെല്ലാം ഒപ്പിച്ചു വെച്ചത്. ഇത് ഞങ്ങളുടെ ദൈവം, അത് അവരുടെ ദൈവം, അത് അങ്കച്ചന്റെ ദൈവം, ഇത് ആറാമ്മയുടെ ദൈവം, ആറാമ്മ ദൈവം കളിക്കുക. നല്ല കാശുമാണ്. പെണ്ണുങ്ങൾ ദൈവം കളിച്ചാലാ കാശ് കൂടുന്നത്. ആണുങ്ങൾക്ക് അത്ര ഇല്ല. അതാ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ മൂച്ച്. ആ ഉടുത്തൊരുങ്ങി ഒരു വരവൊക്കെ വന്നു കഴിയുമ്പം ചുമ്മാ നിൽക്കുന്നതിന് തള്ളയ്ക്ക് കാശ് എറിഞ്ഞു കൊടുക്കും. നമ്മളെ എന്നാ ഇങ്ങനെ ദൈവം കളിച്ചാൽ ഈയിടെ ഒരു ദൈവത്തിൻ്റെ പേരാ ബാബു. അയ്യോ, ഒരു പേരൊരു സുഖമില്ല. ബാബു ഒരു സുഖം കേൾക്കുമ്പോൾ ഒരു ആരാ ദൈവം പേരെന്നാ ബാബു. ഓ, ഒരു സുഖം. ഒന്നേ പേര് മാറ്റണം, വലിയ ഒരു ചേർച്ചയില്ല. അടുത്ത കാലത്ത് കേട്ടു ദൈവം എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് കോവിഡാന്ന് പറഞ്ഞു. ഓ, കോവിഡ് ആയതുകൊണ്ട് ദൈവം ഇപ്പം വെളിയിൽ, ദൈവം ആർക്കും ഇപ്പം മുഖം കാണിക്കുന്നില്ല. ദൈവത്തിന് വരെ പേടിച്ചിരിക്കുക, കോവിഡ് അടിച്ചെങ്ങാനും ചത്തുപോകും. പണ്ട് പേപ്പർ വായിച്ചാൽ ദൈവത്തെ വെന്റിലേറ്റർ കയറ്റിയെന്ന്. യോ, ഏനാടാ ഈ പൊട്ടത്തരമെല്ലാം കാണിച്ചു. ആരാ ദൈവം? ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെയും ഈ നക്ഷത്ര പങ്ക്തികളെയൊക്കെ നിർമ്മിച്ചവനാ ദൈവം.
എഴുത്തച്ഛന് ഹരിനാമ കീർത്തനത്തിൽ ഒരു വരി ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്, കോടിക്കണക്കിനല്ലേ നക്ഷത്രം. പുസ്തകത്തിൽ വായിക്കുന്ന വാരി വിതറിയിട്ടിരിക്കുന്നതാ. നക്ഷത്രങ്ങൾ കോടിക്കണക്കിനാ, അതിനെല്ലാം പേര് വിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചെണ്ണത്തിന്റെ പേര് അറിയാവുള്ളൂ, അത് വെച്ചാൽ നമ്മൾ പല കാര്യവും പലരും ഏതാ അശ്വതി, ഭരണി, കാർത്തിക, മകീരം, പുണർദം, പൂയം, ആയില്യം, അങ്ങനെ ഉണ്ടല്ലോ, അത്തം, ചിത്തിര, ജ്യോതി, വിശാഖമൻ, ഇതൊക്കെ കുറച്ച് പേരേ ഉള്ളൂ നമുക്ക് പിടികിട്ടിട്ടുള്ളൂ. കോടിക്കണക്കിന് നക്ഷത്രം, അതിന്റെ എല്ലാം പേര് ചൊല്ലിയാ വിളിക്കുന്നത്, ഓരോ പേര്. അപ്പൊ എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതി, നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശമു ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു. പണ്ട് ഞാൻ ചൊല്ലിയിട്ടുള്ളതാ, വരികളൊക്കെ മറന്നുപോയി. നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടി. പണ്ട് എല്ലാം ചൊല്ലുന്നില്ല. പച്ചക്കിളി പവിഴപാൽ വർണ്ണമൊത്ത നിറമിച്ച് പവർക്കു ചടതാരം. പണ്ട് എല്ലാം മറന്നുപോയി. അപ്പൊ ഈ കാണുന്ന നക്ഷത്ര പങ്ക്തികൾ കോടിക്കണക്കിനാ. അല്ല, നല്ലൊരു വരിയുണ്ട്, ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിക. ഞാൻ ചൊല്ലിയിട്ടുള്ളതാ പണ്ട്, ഇപ്പൊ ഞാൻ മറന്നുപോയി, ഇത്രയും വർഷമായില്ലേ. അപ്പൊ ഈ നക്ഷത്ര കൂട്ടങ്ങൾ കോടിക്കണക്കിനാ. വേറെ പുസ്തകം പഠിപ്പിക്കുന്ന നക്ഷത്രങ്ങളെ വാരി വതറിയിട്ടിരിക്കുക, വാരി വതറി. അതിനെല്ലാം പേര് ഇട്ടവനാ ദൈവം. ഈ കടന്ന അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവനാ ദൈവം, ഇല്ലേ? ബ്രഹ്മാണ്ടം, കോടിനാണ്ടം, പ്രകടിത ഘടകന്തൽപലാണ്ടം, എന്തോ അണ്ടകടാകം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രം. ആകമാനം സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പോൾ. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരണം 12 ലക്ഷാധികം അർക്കനും നേതിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരെ വേചരിക്കുന്നു. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിണാകം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകും. നമ്മാലുണ്ടാം ഇതിൻ ചൂട് കേവലം ചിന്തിക്കലും. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം വേണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിന് അസുഖമുണ്ട്, ഇനി അതുകൂടെ ചിന്തിച്ച് പുതിയ അസുഖം. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ, ഞാൻ പുതിയ വഴക്കൊന്നും എടുക്കുന്നില്ല, പഴയ വഴക്ക് വിടുന്നുമില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് പുതിയ അസുഖമൊന്നും വേണ്ട. അപ്പൊ ഇത് നമുക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യമാണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. വിശാലവും വിസ്തൃതമായ സമുദ്രം, അതിന്റെ ആഴത്തിൽ ആര് പോയി? ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും കപ്പലൊക്കെ പോയിട്ട് കിട്ടിയിട്ടില്ലെന്നാ. വിമാനം വരെ അവിടെ പോയി പിടിച്ചെടുക്കുക. നമുക്കിതിന്റെ ആഴം വല്ലതും അറിയാമോ? ഇതൊക്കെ നിർമ്മിച്ചവനാ ദൈവം. എത്രയോ ഗോളങ്ങളാ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങൾ, അതിനെ വിഴുങ്ങാൻ പറ്റുന്ന വേറെ ഗോളം, അതിനെ എല്ലാം വിഴുങ്ങുന്ന വേറെ ഗോളം. ഇതെല്ലാം നമ്മുടെ ദൈവം അത്ര അമ്പരത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നു. ദൈവമായി ഇതല്ല, ഇതാ ദൈവം. തള ചായം ദൈവമാണ്. പിന്നെ മുഞ്ഞിയും മോന്തയും കണ്ടാൽ മതി, ദൈവം കളിക്കാൻ നല്ല പറ്റിയ മോന്തയാ. അയ്യോ, ദൈവം ഒരുവനേ ഉള്ളൂ, ഏകദൈവം, സത്യദൈവം. ദൈവം അതാ വീരനാം ദൈവം, ഇല്ലേ? അങ്ങനല്ലേ? വായിച്ചു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അതാ നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. തൻ വല്ലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. തൻ വല്ലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളോ? നമ്മുടെ ദൈവത്തെ പോൽ
വലിയ ദൈവം ആരുള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിത്യനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ സമയം പോകുന്നില്ല. എന്തുവായി? സമയം എന്തുവായി? ഇത് കറക്റ്റ് ആണോ? ഇതിൽ 9:05 ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ സുവിശേഷത്തിന്റെ വിശേഷത: 1, ഇത് രക്ഷിക്കുന്ന മാർഗം; 2, ഇത് സമാധാനം തരുന്ന മാർഗം; 3, ഇത് ദൈവം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അല്ലാതെ സായിപ്പ് കൊണ്ടുവന്നതോ മദാമ കൊണ്ടുവന്നോ ഒന്നുമല്ല. ഒക്കെ പാടും എൻ്റെ പരുവത്തിന്. എന്ന് പാടി ഊപ്പാട് വരും. ഞാനിവിടെ ഒന്ന് പറയട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് അവൻ ദൈവം മുൻപ് വാഗ്ദത്തം ചെയ്തതാ. ഇത് സായിപ്പും മദാമയും പണ്ടൊരുത്തം പറഞ്ഞു, ഞാണ്ടടാ ഒരു മദാമയും മദാപ്പനും പോകുന്നെന്ന്. ഞാൻ പ്രാസോപ്പിച്ച് പറഞ്ഞതാ. മദാമേ, അപ്പൊ കടമെടുത്ത് പറയും, ഇത് മദാമയും മദാപ്പനും കൊണ്ടുവന്നതല്ല. ഇത് സായിപ്പിന്റെ ഇറക്കുമതിയല്ല, ബ്രിട്ടീഷുകാരുടെ ഇറക്കുമതിയല്ല, ഇത് അവൻ മറ്റുള്ളവരുടെ ഇറക്കുമതിയല്ല. ഇത് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അത് നമ്മൾ അങ്ങ് പറയാൻ ഉള്ളൂ. ഇത് ആരുടെ കുത്തകയല്ലെന്ന് സുവിശേഷം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് മകത്ത്. അപ്പോൾ ഈ സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു. എന്താ വാഗ്ദത്തം ചെയ്തത്? എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി. ആ ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത: അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ ശിശു ചെറുപ്പത്തിൽ എന്ത് കഴിക്കും? അതുകൊണ്ട് 14-ാം വാക്യം വായിച്ചോ. 7:14, 7-ാം അധ്യായം 14. യെശയ്യാവ് പെട്ടെന്ന് വായി. 7:14. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് 7:14 ആണോ? 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. മുമ്പേ വായിച്ചത് ഏതാ? 7:14 വായി. അതുകൊണ്ട് കർത്താവ് തന്നെ. ഇന്നലെ പോയ മോളെ ഞാൻ വിളിച്ചു കയറ്റും വേണേ. വായിച്ചോ. നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പിന്നെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകുന്നത് വരെ, ശൈശവത്തിൽ ശിശു പ്രായമാകുന്നത് വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അത് എഴുതി. ഇത് വാഗ്ദത്തം ചെയ്തതാ. എല്ലാം വിവരിക്കുന്നില്ല. ഏത് കുടുംബത്തിൽ നിന്നായിരിക്കും ജനിക്കുന്നത്? 11:1. യെശയ്യാവ് 11:1. ഇതെല്ലാം മുമ്പ് വാഗ്ദത്തം ചെയ്തതാ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവിടുന്നാ വരുന്നത്, ആ കുടുംബത്തിൽ നിന്നാ വരുന്നത്. ഇശായിയുടെ കുറ്റി. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇശായിയുടെ കുടുംബത്തിൽ നിന്ന്. ഇശായിയുടെ കുടുംബം ഏതാ? ഇശായിയുടെ കുടുംബം ഏതാന്ന്? ദാവീദിന്റെ ഇശായിയുടെ കുടുംബം. ഇശായിയുടെ മോനല്ലയോ ദാവീദ്? വായിലെ കുറ്റി ഒന്ന് നോക്കിക്കോ. രൂത്തിന്റെ പുസ്തകം 4:28, 18 വായിച്ചു. ആ താഴത്തെ കണ്ണിക, ബൈബിളിലല്ലേ വായിക്കുന്ന കണ്ണിക? ഞാൻ പറയാം, അതിനകത്ത് അവിടെ കണ്ണിക. യൂത്ത് 4 എടുക്ക്. അതിന്റെ ഒടുവിലത്തെ വായിര് പേരസിന്റെ അങ്ങനെ ചേർത്ത് വായിച്ച് 18. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പിന്നെ ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. പേരസ് ആരാ? പേരസ് യഹൂദയുടെ മകനാ. യഹൂദയ്ക്ക് താമാർ ജനിച്ച മകനാണ് പേരസ്. അപ്പം യഹൂദ ആരുടെ മകനാ? യാക്കോബിന്റെ. യാക്കോബ് ആരുടെ മകനാ? ആരുടെ ആട്ട 9:00 യോഗം പിരിച്ചു വിടാനായിരിക്കും.
ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, മധൂശലേക്ക്, ഹാനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഹ. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാബത്ത്. ഷേമിന്റെ വംശപാര്യന്മാരുമായി ഉൽപ്പത്തി പുസ്തകം 11:10-12 വായിരേ. ഷേമിന്റെ വംശപാര്യ വായിക്ക്, പെട്ടെന്ന് വായിക്ക്, സമയം പോകുന്നു. അർപ്പക്ഷാദിന് ഷേമിന്റെ 12-ാം വാക്യം വായിച്ചേ. 11:12. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശേലഗിനെ ജനിപ്പിച്ചു. അതിന് മേളിലത് 10 വായിച്ചേ. ഷേമിന്റെ വംശപാര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അവന് അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12 അർപ്പക്ഷാദിന് 35 അവൻ വയസ്സായപ്പോൾ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 അവൻ വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 അവൻ വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 അവൻ വയസ്സായപ്പോൾ നാഹോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഹോറിന് 29 അവൻ വയസ്സായപ്പോൾ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി 27 തേറകിന്റെ വംശപാരമ്പര്യമാവിത്. എന്നാൽ 27 തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രഹാമിനെയും നാഹോറിനെയും. ഒന്നുകൂടെ വായിച്ചേ. തേരകിന്റെ വംശപാരമ്പര്യമാവിത്. ആയിക്കോട്ടെ, അടുത്തത്. തേരക് അബ്രഹാമിനെയും നന്നായിട്ട് വായിച്ചേ. അബ്രാമിനെയും അങ്ങനെ വായിച്ചേ. നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. തേരക് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് കൽദയരുടെ ഒരു പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരി എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. മിൽക്കയുടെ പുത്രൻ ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. തലമുറയുണ്ടായിരുന്നില്ല. അടുത്ത വാക്യം വായിരേ. തേരകൻ തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായെയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനി വെച്ച് മരിച്ചു. ആ തേരകിന്റെ മകനാണ് അബ്രഹാം. അബ്രഹാമിന്റെ മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന്റെ മകനാണ് യഹൂദ. യഹൂദയുടെ മകനാണ് പേരസ്. ഇനി രൂത്തിന്റെ പുസ്തകം. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. പിന്നെ ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമ്മീനാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാവിനെ ജനിപ്പിച്ചു. അമ്മീനാദാവ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഗാവിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി അപ്പൊ ഇശായിയുടെ കുത്തി എന്നായി ചെറുക്കം വരുന്നത്. എവിടുന്നേലും വരട്ടെന്നായിരിക്കും. എവിടുന്നേലും വരാനൊക്കത്തില്ല. വരണ്ടടുത്ത് നിന്നാ വരേണ്ടത്. സ്തോത്രം. ഒരു പാട്ടുണ്ടല്ലോ, അടുത്ത കാലത്ത് ഇറങ്ങിയാൽ എനിക്കത് ശരിക്ക് പാടാൻ അറിയാമല്ല. നിങ്ങളൊന്ന് സഹായിച്ചു. ദാവീദിൻ ഗോത്രത്തിൽ സിംഹമയോനെ ഞങ്ങളെ ഒക്കുന്നില്ല. ഏതാ പിച്ച്. അപ്പൊ നിങ്ങളങ്ങ് പാട്. ഞാൻ ഇച്ചിരി നേരം ഇരിക്കട്ടെ, കാല് വേദനിക്കുന്നു. അക്ഷരം പഠിക്കാതോ? താഴ്ത്തതാ. ദാവീദിൻ ഗോത്രത്തിൽ സിംഹമയോനെ, ദാവീദിൻ തോലുള്ളവനെ, നീ തുറന്നാലത് അടയ്ക്കുവാനാ, നീ അടച്ചാലത് തുറക്കുവാനാ. ഓ, നീ തുറന്നാലത് അടയ്ക്കുവാനാ, നീ അടച്ചാലത് തുറക്കുവാനാ. നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു, ഏറെ രാജാവോടി ശിരസതിൽ വഹിച്ചു. വിളപ്പുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ.
ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു ഏറെ രാജാവോടി ശിരസതിൽ വഹിച്ചു ഏഴു പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഇത് ദാവീദ് ഇശ്ശായിയുടെ കുത്തിയുന്ന ഈ ജനനം നടക്കുന്നത് അത് ദൈവം വാഗ്ദത്തം ചെയ്തതാ. എങ്ങനെ? യഹൂദയോട് ദൈവം പറഞ്ഞല്ലോ, നിന്റെ കുടുംബത്തിൽ നിന്നാ വരുന്നെന്ന് ഒരു രാജാവ്. 49:8 വായിര്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 8 വാക്യം വായിര് പെട്ടെന്ന്. യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. പിന്നെ നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. പിന്നെ അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. പിന്നെ യഹൂദ ഒരു ബാലസിംഹം. ഒരു ബാലസിംഹം. പിന്നെ മകനെ നീ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. അടുത്തത് അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അടുത്തത് അവർ അവൻ എഴുന്നേൽപ്പിക്കും. ആരവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദ. അവകാശമുള്ളവൻ വരുവോളം. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന്, ഈ ഗോത്രത്തിൽ നിന്ന്, ഈ ഭവനത്തിൽ നിന്ന് അവകാശമുള്ളവൻ വരുന്നത്. അതായത് സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ, അല്ലാതെ അടുത്ത കാലത്ത് വന്നുവല്ല ഒപ്പിച്ചതല്ലെന്നായി പറഞ്ഞത്. നേരത്തെ എല്ലാം വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുക. എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, അതും വാഗ്ദത്തമാണ്. എവിടെയെങ്കിലും ജനിക്കുന്നെന്നും പറഞ്ഞാന്നോ? ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ജനിക്കുന്ന ഉണ്ണി പറന്നെന്നും പറഞ്ഞു വരുന്നില്ലേ? ഉണ്ണി പറന്ന് എവിടെ? എവിടെയെങ്കിലും അല്ല ജനിക്കുന്നത്. ജനിക്കേണ്ട സ്ഥലം വരെ കൃത്യം. വായിച്ച മീക 5:2 എവിടാ ജനിക്കുന്നതൊക്കെ കൃത്യമാ, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. മീക 5:2. നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്കും നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നീയോ ബേത്ലഹേം എഫ്രാത്ത്. അപ്പോൾ ഇത് ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. ഇതൊക്കെ നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. വാഗ്ദത്തം നേരത്തെ ചെയ്തു. ബേത്ലഹേമിൽ ജനിക്കും. മത്തായി 2:1 പെട്ടെന്ന് വായിച്ചു. മത്തായി 2:1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം ബേത്ലഹേമിൽ മീക 5:2 പറഞ്ഞ് ബേത്ലഹേമിൽ ജനിക്കും. വർഷങ്ങൾ കഴിഞ്ഞപ്പോ സൂക്ഷ അവിടെ തന്നെ ജനിച്ചേ. പറഞ്ഞേച്ച് വേറെ സ്ഥലത്ത് പോയി ജനിച്ച ആളല്ല. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. കന്നി മരിയ പെറ്റ പൈതലേ. എല്ലാത്തിനും ഗിറ്റാർ വേണം. കന്നി മരിയ പെറ്റ പൈതലേ. കന്നി മരിയ പെറ്റ. ഹാർമോണിയം കൊടുക്കാമോ? ഇതിപ്പം പണ്ടൊരാള് പറഞ്ഞ പോലെ സിനിമാ കൊട്ടക മണിയം വേണം, അഭിനയിച്ചും കാണിക്കണമെന്ന് പറഞ്ഞ പോലെ ഞാനങ്ങ് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പരുവത്തിന് ചെയ്യണം. അറിയാവല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. കന്നി മരിയ പെറ്റ പൈതലേ, കന്നി മരിയ പെറ്റ പൈതലേ. എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകും കാതലേ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ.
ബേതലഹേ പട്ടണത്തിൽ ജാതരേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷതയായി പറഞ്ഞു വരുന്നത് ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുവായി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഏത് കുടുംബത്തിൽ നിന്ന് ജനിക്കും? ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എല്ലാം കൃത്യത്തിന്, അല്ലാതെ സുവിശേഷം ഇപ്പൊ ഒപ്പിച്ചോണ്ട് വന്നതല്ലെന്നായി പറഞ്ഞത്. ഇത് സർവജ്ഞനായ ദൈവം തമ്പുരാൻ ആമേൻ തന്റെ അനാദികാലത്തിന് മുമ്പ് ദൈവം തമ്പുരാൻ എല്ലാം ക്രമപ്പെടുത്തി വച്ചിരിക്കുക. എങ്ങനെ ജനിക്കും? കന്യകയിൽ ജനിക്കുമെന്ന് ദൈവം ക്രമീകരിച്ചു വെച്ചതാ. സൂക്ഷം. കന്യകയിൽ തന്നെ ജനിച്ചത്. കന്യകയുടെ അടുക്കലല്ലേ ദൂതം എന്ന് പറഞ്ഞ് കൃപ ലഭിച്ച വിളയിൽ നിനക്ക് വന്ദനം. അല്ലാതെ ഫോട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. സൂക്ഷം. കന്യക തന്നെ. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എന്നാ ഇപ്പൊ അവിടെ ജനിക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും പോയി ജനിച്ചാ മതിയല്ലോ. അങ്ങനല്ല, സൂക്ഷം അവിടെ തന്നെ. ഏത് കുടുംബത്തിൽ നിന്നാ? അത് ഇന്ന കുടുംബത്തിൽ നിന്നാ. ഈ യേശു ജനിക്കാതിരിക്കാൻ ശാശന്തെല്ലാം തന്ത്രം ഒപ്പിച്ചെന്നറിയാമോ? അയ്യോ, പിന്നെ ജനിക്കാതിരിക്കാനേ, കന്യക ജനിക്കാതിരിക്കാൻ ഈ കുടുംബത്തിനകത്ത് വേറെ പെണ്ണുങ്ങളെ ഉരുട്ടി കയറ്റി. ഈ പ്യായ കന്യക എന്നല്ലേ ജനിക്കണ്ടേ? അതിന് ഷാജൊപ്പിച്ച വേലയെന്ന് പറഞ്ഞ 3-4 പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റി. 1 റാഹാബ്, തള്ള ഇതിനകത്ത് കയറ്റി. 2 രൂത്തിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റി. മോവാബി സ്ത്രീയാ, 10 തലമുറ കയറരുത്. തള്ളേനെ ഇതിനകത്ത് കൊണ്ട് കയറ്റി. ഷാജൊപ്പിച്ച വിനകൃതിക്ക്. പക്ഷെ ഇതെല്ലാം ദൈവം അനുകൂലമാക്കി കൊണ്ടുവന്നു. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവൾ, അങ്ങനെ ആ പുസ്തകത്തിൽ പേര്, തള്ളയുടെ പേരെഴുതിയില്ല. ഊരിയാവിന്റെ, നമുക്കറിയാമല്ലോ ആരാന്ന്. ആ തള്ള ഇതിനകത്ത് കയറ്റി. വേറൊരു തള്ളയുണ്ടായിരുന്ന താമാറമ്മ. ഓ, നിങ്ങൾക്കിതൊന്നും മത്തായിലുണ്ടെന്ന് 4-5 പെണ്ണുങ്ങൾ വായിര്. പുള്ളി താളം പിടിച്ചിരിക്കുക. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ പുള്ളി അതല്ല വായിക്കുന്നത്. പെട്ടെന്ന് വായിച്ചോ. 3 മുതൽ അങ്ങോട്ട് വായിച്ചു. 1 മുതൽ വായിച്ചോ. മത്തായി 1:1 മുതൽ വായിക്കാൻ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് പെണ്ണുങ്ങളെ എല്ലാം കൂടെ കയറ്റി. അബ്രഹാം ഇസ്ഹാക്കിന് കന്യകയിൽ നിന്ന് ജനിക്കാതിരിക്കാൻ വാഗ്ദത്തം ചെയ്തത് കന്യക ഗർഭിണിയാകുമെന്നല്ലേ? അതിനായി പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റിച്ച് ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി കൊണ്ടുവന്നു. അബ്രഹാമിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും എന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിനെ, ആദ്യത്തെ തള്ള ഏതാ? താമാറമ്മ. പരേസിനെയും അവിടെ നിൽക്കുന്ന തള്ളയെ പറ്റി പറയട്ടെ. അല്ല ഇതിനകത്ത് കൊണ്ട് കയറ്റി. അല്ല വഴിയരികെ ഇരിക്കുകയായിരുന്നു. പുള്ളി യോഗം എല്ലാം കഴിഞ്ഞ് വരുമ്പോ തള്ള പതുക്കെ മമ്മി, അയ്യോ ഉള്ള കാര്യമായി പറയുന്നത്. പുള്ളി ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വരുമ്പോ തള്ള സ്തോത്രമൊക്കെ പറഞ്ഞ അവിടെ പമ്മി ഇരുന്ന്. അറിയാമല്ലോ 8:14 വായിച്ച 38:14 ഉൽപ്പത്തി 38:14. ഞാനിതൊന്നും പ്രസംഗിക്കാൻ വന്നതല്ല, അങ്ങ് കയറി പോവുക. വചനമല്ലേ 38:14. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച അവളുടെ പേരാ മുമ്പേ വായിച്ച താമാറ്. ഒരു മൂടുപടം മൂടി പുതച്ച. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇരുന്നെന്ന് നിങ്ങളോടത്ത് ഞാൻ ഒപ്പിച്ചതാണോ? തിന്മാക്കി പോകുന്ന വഴിക്കുള്ള എനായി പട്ടണത്തിൽ ഗോപുരത്തിലിരുന്നു. ഉൽപ്പത്തി പുസ്തകം 38 പഠിക്കുമ്പോൾ
യഹൂദ അക്കാലത്ത് സഹോദരന്മാരെ വിട്ടു പുറപ്പെട്ടെന്ന അല്ലേ 38:1. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് സഹോദരന്മാരെ ഹീര എന്ന് പേരുള്ള സഹോദരന്മാരെ വിട്ടെന്ന്. ഈ കൂട്ടം വിട്ടു നടക്കുന്നവന് സ്വേച്ഛത അന്വേഷിക്കും. യഹൂദ വിട്ടുപോയി. അക്കാലത്ത് യഹൂദാദിന്റെ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീരാം എന്ന് പേരുള്ള അതുല്യാമന്റെ അടുക്കൽ ചെന്ന് ശൂവ എന്ന് പേരുള്ള ഒരുത്തന്റെ മോളെ കെട്ടി. അവക്ക് താമാറ. അപ്പൊ ഇവളെ മൂത്ത മകൻ ഏറെ കെട്ടി. അവനങ്ങ് ചത്തുപോയി. അപ്പൊ അവന്റെ അനിയൻ ദേവരധർമ്മം അനുസരിക്കാൻ അവന്റെ അനിയൻ ഓനാൻ അവനും ചത്തു. പിന്നെയുള്ളവനാ ശേല. അവനന്ന് പ്രായമായില്ല. അവനിങ്ങനെ മൊബൈലിൽ കളിച്ച് കിടക്കുന്നതല്ലാതെ ഇവന് പ്രായമായില്ല. അവനിങ്ങനെ ഹായ് ചാറ്റുമൊക്കെ ചെയ്യുമെന്നുള്ളൂ. അവൻ പ്രായമായില്ല, എന്നാലും അവൻ്റെ കയ്യിലുണ്ടൊരു മൊബൈല്. ഹായ് സൂസ് ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ കാണും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ നോക്കുന്നത്. പിന്നെ വരാന്ന് യോഗത്തിനിരിക്കുന്നു. പിന്നെ അവന് താമാറ് വിളിക്കുന്നുണ്ടതാ. അപ്പൊ ഇവന് ഇതെല്ലാം വെച്ച് ഇങ്ങനെ പരുവക്കേടി പോവുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ താമാർ ഈ ശേലയ്ക്ക് വിവാഹം കഴിക്കാൻ യഹൂദ ഉടമ്പടി ചെയ്തു. യഹൂദ തെറ്റിച്ചു. ശേല പ്രാപ്തിയായിട്ട് 38:14 വായിച്ച ശേല വായിര്. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവള് വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടമെല്ലാം കൂടെ പൊതച്ച് പോകുന്ന വഴിയരികെ അനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിൽക്കൽ പമ്മിയിരുന്നു. യഹൂദ ആടകട രോമമെല്ലാം കത്തിച്ച ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സ്ത്രീ പതിയിരുന്ന് യഹൂദയെ ചതിച്ചു വഞ്ചിച്ചു. ഇവനുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെടുവാൻ പദ്ധതി കിട്ടപ്പോൾ അവൾ പറഞ്ഞു, നീ എനിക്ക് ആടുകളെ തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആടില്ല. അന്ന് പണയം തരാൻ പറഞ്ഞു. ഭാഗം വായിക്കുമ്പോൾ പണയം. അപ്പോൾ യഹൂദ 3 സാധനങ്ങൾ പണയം കൊടുത്തു. മോതിരച്ചരട്, മുദ്രമോതിരം, വടി. ഇത് 3 പണയം കൊടുത്ത് ഈ സ്ത്രീയുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. തന്നിമിത്തം ഈ താമാറ് അമ്മാവിയപ്പനാകുന്ന അവൻ യഹൂദയാൽ ഗർഭവതിയായി അങ്ങനെ പിറന്ന സന്തതിയാണ് പേരസും സേരകും. ഇതിനകത്ത് കളവൊപ്പിച്ചു പിശാച്. എന്തിനാണെന്നറിയാമോ? യേശു ജനിക്കാതിരിക്കാൻ. കാരണം യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14 അവൻ കന്യക ഗർഭിണിയാകുമെന്ന. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ദൂത് പറഞ്ഞത് അവൻ സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീയുടെ സന്തതിയായി പിറക്കാതിരിക്കാൻ പിശാച് അവൻ തന്ത്രം ഒപ്പിച്ചു. പക്ഷേ സാത്താന്റെ കെട്ടുകളെ അഴിപ്പാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഞാൻ ഈ വിഷയം നിന്ന് പ്രസംഗിച്ച വെളുക്കോളം നിന്ന് ചിലപ്പോൾ പ്രസംഗിച്ചെന്ന് വരും. നിങ്ങൾ ചിലർ ഇരുന്നെന്നും വരും. പോകുമ്പോൾ നിങ്ങൾ പറയാം അയാളുടെ തൊഴിലാതാന്ന് പറയാം, അയാൾ ഇന്നലത്തെ എൻ്റെ കേട് തീർത്തതാന്ന് പറയും. ദൈവത്തിന് മഹത്വം. അപ്പൊ 1-ാമത്തെ സ്ത്രീയെ താമാറിനെ ഇതിനകത്ത് കയറ്റി വിട്ടു. താമാർ അങ്ങോട്ട് പോയപ്പോൾ യൂത്തിനെ രാഘാവിനെ കയറ്റി വിട്ടു. ഇല്ലയോ? മത്തായി 4 മുതൽ അങ്ങോട്ട് വായിച്ചു. മത്തായി 1:4. ആരാം അമ്മിനാദാബിനെ ജനിപ്പിച്ചു. അമ്മിനാദാബ് നഗസോനെ ജനിപ്പിച്ചു. നഗസോൻ ശലോമോനെ ജനിപ്പിച്ചു. ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ കേൾക്കരുത്. എടാ, ഞാൻ ചെയ്യാത്ത കാര്യം നീ ഇവിടെ നിന്ന് വായിച്ച. ശൽമോൻ അവൻ പഠിച്ച തത്തിയും കേട്ടോ. ഒന്നുകൂടെ വായിച്ച 1 മുതൽ വായിര്. അബ്രാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സരഗിനെയും ജനിപ്പിച്ചു. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാബിനെ ജനിപ്പിച്ചു. ആരാം അമിനാദാബിനെ ജനിപ്പിച്ചു. അമിനാദാബ് നഗസോനെ ജനിപ്പിച്ചു. നഗസോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. രാഘാബ് 2-ാമത്തെ തള്ളയാ. തള്ളയുടെ തൊഴിൽ എന്നാന്ന് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പം അറിയാം. ആ ഭാഗത്ത് ഒന്നും പോകുന്നില്ല.
ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിടത്തെല്ലാം കൊടുത്ത പദം ഇങ്ങനെ റാഗാബ് എന്ന വേശ്യ. റാഗാബ് എന്ന വേറെ പുസ്തകം മുഴുവൻ പഠിച്ചു, അവിടെ എല്ലാം അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്, വിശദീകരിക്കണ്ട. അപ്പൊ ഈ സ്ത്രീയെയും ഇതിനകത്ത് കയറ്റി. എന്താ? തിരുപ്പറവി നടക്കാതിരിക്കാനാ. തിരുപ്പറവി ഒരു കാരണവശാലും ഇതിനകത്ത് നടക്കരുത്. കാരണം വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുന്നത് കന്യക ഗർഭിണിയാകുമെന്ന. അതിനായി പെണ്ണുങ്ങളെ എല്ലാം കൂടെ ഇടിച്ച് ഈ കുടുംബത്തിനകത്തോട്ട് ഒന്നും വിശദീകരിക്കുന്നില്ല. റാഗാബ്. അടുത്ത വായില് സൽമോൻ രാഹാബിനെ ജനിപ്പിച്ചു, ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് നന്നായിട്ട് വായിക്കും, ജനിപ്പിച്ചെന്ന് പറയാറ് വൃത്തിയായിട്ട് വായിക്കും. സൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. സൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. അടുത്തത് ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. മൂന്നാമത്തെ സഹോദരി രൂത്ത് ഉണ്ടോ? മൂന്നെണ്ണത്തിനെ ഇപ്പൊ കയറ്റി. രൂത്താരാ? മോവാബിയ സ്ത്രീയാ. ആവർത്തനം 23:3 വായിച്ചേ. ആവർത്തനം 23:3 പെട്ടെന്ന് വായിച്ചു. ഒരു അമ്മോന്യനോ മോവാബിയനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. പിന്നെ അവരുടെ 10ാം തലമുറ പോലും 10 തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. രൂത്തിനെ കൊണ്ട് ഇതിനകത്ത് കയറ്റി. രൂത്തിനെ ഇതിനകത്തോട്ട് സ്തോത്രം. അതൊക്കെ ദൈവം അനുകൂലമാക്കി കൊണ്ടുവന്നു. സാത്താന്റെ ഓരോ സൂത്രബുദ്ധികളാണ്. അതാ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ രൂത്തിനെ ഇതിനകത്ത് ഭാഗ്യവശാൽ വന്നതാ. അമ്മായിയമ്മയായിട്ട് 2 പേരൂടെ നടന്നില്ല. അമ്മായിയമ്മ ഓട്ടോയ്ക്ക് വിട്ട ചവളുകാറെ കയറി പോരുമല്ല, രണ്ടും നടക്കുക. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. 2 പേരും കൂടെ നടന്ന. രൂത്തിന്റെ പുസ്തകം 1:19 വായിച്ച്. 2 കൂടെ നടക്കുകയായിരുന്നോ അതോ വണ്ടിക്കായിരുന്നോ? വായിക്കേ. രൂത്തിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. 1:19. അങ്ങനെ അവർ 2 പേരും ബത്ലഹേം വരെ നടന്ന് വന്ന് പിന്നെ ബോവസിന്റെ വയലിലൊക്കെ വന്ന് പെറുക്കി. അറിയാവല്ലോ. സ്തോത്രം. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. സ്വന്തദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ.
ജനത്തിൽ കൂടെ, തൻ ജനത്തിൽ കൂടെ. സമയം ഒത്തിരി പോയി, ഞാൻ അങ്ങ് നിർത്താം, മതി. ഇനിയും പിന്നെങ്ങാനും അവസരം കിട്ടുകയാന്നേ വിളിക്കുകയാന്നേ ഇതിൻ്റെ ബാക്കി അന്ന് പറയാം. ഞാൻ കർത്താവ് അനുവദിക്കുകയാന്നേ പിന്നീട്. ഇപ്പം തന്നെ ഇനിയും പറഞ്ഞാൽ ഞാനൊരു 4 മണിക്കൂറോടെ പറയാനുള്ളതുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ. 10 സുവിശേഷത്തിൻ്റെ 10 വിശേഷത പറയാനാ, 3 വന്നതേ ഉള്ളൂ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത, ഇത് ദൈവം മുൻപ് വാഗ്ദത്തം ചെയ്തതാണ്. ഈ കുടുംബത്തിനകത്ത് കന്യകാസൂനുമായി വരാതിരിക്കുവാൻ, സ്ത്രീയുടെ സന്തതിയായി വരാതിരിക്കാൻ സാത്താൻ ഒപ്പിച്ച വിനകൃതിയാണ്. ആദ്യം ഒരു അമ്മയെ കയറ്റി വിട്ടു, താമാറുകുട്ടി. രണ്ടാമതൊരു തള്ളയെ കയറ്റി വിട്ടു, ആരാ? രാഘാവ് അമ്മയെ കയറ്റി വിട്ടു. 3-ാമത് ഇപ്പൊ കയറ്റി വിട്ടു, രൂത്തമ്മയെ കയറ്റി വിട്ടു. 4-ാമതൊരു തള്ളയും കൂടെ വന്നു. അത് വായിച്ച് അടുത്ത വാക്യം വായിച്ചത്. ഏതായാലും തള്ളയുടെ പേര് പറഞ്ഞതാ. താഴോട്ട് 5 മുതൽ വായിര്. രൂത്തല്ലെന്ന്, രൂത്തിനെയൊക്കെ വിട്ടെന്ന്. രൂത്തൊക്കെ കയറിയല്ലോ പെരക്കകത്ത്. ഇനിയിപ്പം കയറാത്ത തള്ളേ കയറ്റ്. രൂത്തിനെയൊക്കെ നമ്മൾ പെരക്കകത്ത് കയറ്റി. മത്തായി 1:5 മുതൽ വായിക്കാൻ. ശൽമോൻ രാഘാബിൽ ബോവസിനെ ജനിപ്പിച്ചു. പിന്നെ ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. പിന്നെ ഒബേദ് ഇശായി ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അടുത്തത് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോന് പേര് കൊടുത്തിട്ടില്ല. ഈ സ്ത്രീയെ കയറ്റി. ആരാ ഊരിയാവിന്റെ ഭാര്യ? ബത്ശേബ. 4 പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റി. പെണ്ണുങ്ങളെ നോക്കിയാൽ എന്നാ നടക്കാത്ത? 2 പെണ്ണുങ്ങളല്ലയോ 2 മന്ത്രിസഭയ്ക്ക് നാശം ഉണ്ടാക്കി വെച്ചത്. ഒന്നും അറിയാൻ മേല. ഒരു തള്ളയാന്ന് ഞങ്ങൾ സാരിയും ചുറ്റി രാവിലെ ഇറങ്ങും. മറ്റേ തള്ള നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അതെ, ഇവിടെ 4 എണ്ണത്തിന് ഇതിനകത്തോട്ട് കയറ്റി. താമാർ, രാഘാബ്, രൂത്ത്, ബത്ശേബ. പക്ഷേ ഇതിനെയെല്ലാം കടത്തിവെട്ടി ഒരു കന്യകയെ ദൈവം ഒരുക്കി. അതാണ് നസറേത്തിലെ കന്യയാകുന്ന മറിയം. പിശാച് ധരിച്ചത് സ്ത്രീയുടെ സന്തതിയായി ഇവൻ വരാൻ ഞാൻ അനുവദിക്കത്തില്ല, കന്യകാസൂനുമായി അവൻ അവതരിക്കുവാൻ ജനിക്കുവാൻ അനുവദിക്കത്തില്ല. സാത്താന്റെ സകല പദ്ധതികളെയും തന്ത്രങ്ങളെയും അവൻ വേരോടെ പറിച്ചു മാറ്റി സർവജ്ഞനായ ദൈവം തമ്പുരാൻ മുൻപ് ചെയ്ത വാഗ്ദത്തത്തിന് നിവർത്തി എന്ന വണ്ണം അവൻ നസറേത്തിൽ ഒരു മറിയയെ ഒരുക്കി. ഇന്ന് രാത്രിയും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റും. നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റും. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റും. ദൈവം വിശ്വസ്തൻ. സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. സുവിശേഷത്തിന്റെ വിശേഷത, ഇത് രക്ഷിക്കുന്ന മാർഗം. 2 സമാധാനം തരുന്ന മാർഗം. 3 ഇത് ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത മാർഗം. ഒരു പോയിന്റും കൂടെ പറയാം. ഒരു 4 കണക്കിരിക്കട്ടെ. 4 സുവിശേഷവും 4 ദിക്കും ഇല്ലേ? അപ്പോൾ ഒരു 4 കണക്കാണ്. സുവിശേഷത്തിൻ്റെ 4-ാമത്തെ വിശേഷത. ബാക്കി ഒരു 6 എണ്ണം ഇനിയും വിളിക്കുന്ന പുള്ളി പറയുന്നത്. വിളിക്കുകയാണെങ്കിൽ അന്നേരം നടത്തിപ്പും നിയോഗമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം സംസാരിക്കാം. സുവിശേഷത്തിൻ്റെ 4-ാമത്തെ വിശേഷത ഒന്ന് വായിച്ചേര്. അത് സുവിശേഷ വേലക്കാർ നല്ല ചടിയടാന്ന് നിന്നോണം. കരഞ്ഞും കൂവിയും കുളിക്കാതെയും നനയ്ക്കാതെയും ചുമ്മാ ഒന്നും നടക്കരുത്. കാരണം ഈ സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് അഭിമാനമുള്ളതാണ്. അല്ല ചുമ്മാ അവിടെ എവിടെയും പോയി പമ്മിയിരിക്കുകയും മോന്തയും ആരൊക്കെ എന്തുകൊണ്ട്
ഈ സുവിശേഷം അഭിമാനത്തിൻ്റെതാ. ഒരു വാക്യം എല്ലാം വചനത്തിൽ നിന്നാ, വചനത്തിലുണ്ടല്ലോ. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21 ഒന്ന് വായിച്ചേ. റോമർ 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പൻ അഭിമാനിക്കുന്നത്. അതാ, ഇത് അഭിമാനത്തോടെ പറയണം. സുവിശേഷം അറിയിക്കുന്നത് അഭിമാനത്തോടാ. ഇത് എല്ലോടി ഒന്നു അഭിമാനം കെട്ട വർത്താനമാ പറയാൻ. യേശു രക്ഷിക്കും. ഓ, അടുത്തത് അതുകൊണ്ട് അല്ല, അവര് പറയുന്നതാ യേശു രക്ഷിക്കും. ഉടനെ വീട്ടുകാരൻ ഉടനെ അടുത്തത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക. അവനോട് പറഞ്ഞ യേശു രക്ഷിക്കുവന്ന്. അന്ന് ചിപ്പറയെന്ന് പറഞ്ഞ ഞങ്ങളെയും കൂടെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് അഭിമാനത്തോടെ പറയണം. അതിന് സുവിശേഷം അഭിമാനമുള്ളതാണ്. യോഗ്യമായി ജീവിക്കുവാനും മാന്യമായി സംസാരിക്കുവാനും സമൂഹത്തിൽ നന്നായിട്ട് ഇടപെടാനും ഒക്കെ പഠിപ്പിച്ചത് സുവിശേഷമാണ്. സുവിശേഷം വന്നത് കൊണ്ടല്ലയോ ഈ അഭിമാനം ഉണ്ടായത്. ഇത് അഭിമാനത്തിൻ്റെ. അതുകൊണ്ട് സുവിശേഷ വേലയാന്ന് പറയുന്നത് ലജ്ജിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ചോദിക്കല് എന്തോ എടുക്കുന്നു, ഇങ്ങനെ പ്രത്യേക ഇട്ടൊന്നുമില്ല, എന്നാലും ഇല്ല ഇങ്ങനെയൊക്കെ പോകും, ഒരു ജോലിയില്ലേ, ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ ചോദിക്കുക എന്തുവാ, പിന്നിങ്ങനെ സുവിശേഷ വേലയൊക്കെ ഉണ്ട്. ഇങ്ങനെ അന്നോടാ പറയുന്ന സുവിശേഷ വേലയുണ്ടെന്ന് ചോദിക്കുക. എന്തുവാ ജോലി, എന്തോ ചെയ്യുന്നു? ഞാൻ സുവിശേഷ വേല ചെയ്യുക. അതല്ല, സന്തോഷത്തോടെ തൃപ്തിയോടെ അഭിമാനത്തോടെ പറയണം. ഇത് അഭിമാനത്തിന്റെ മാർഗമാ. ചിലത് ചുമ്മാ കരഞ്ഞു ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കരഞ്ഞു നടക്കുക. ചിലത് പറഞ്ഞ് ഞാൻ ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് ഇറങ്ങി, എന്നോട് ആര് പറഞ്ഞ് ചാടി ഇറങ്ങാൻ. ചെല്ലു പറഞ്ഞ് എന്നെ അമ്മ നേർന്ന തള്ളയ്ക്ക് ഒരു ജോലിയില്ല, ചുമ്മാ അങ്ങ് നേരുകയായിരുന്നു. അവനെ നേർന്ന് ഇവനെ നേർന്ന്, അമ്മ നേർന്നുകൊണ്ട് ഇവൻ ഇറങ്ങി. ഇങ്ങനൊന്നും അല്ല സുവിശേഷം. ഇത് അഭിമാനമാണ്. ഈ പറയുന്ന കാര്യത്തിൽ നല്ല ഉറപ്പ് വേണ്ടേ? ചിലര് സുവിശേഷം പറയുന്നത് കേട്ടാ നമ്മൾ കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസം വരാതിന്. യേശു രക്ഷിക്കും. യേശുവാണ് രക്ഷ. കേൾക്കുന്നവന് പോലും ഞാനൊരു കാര്യം പറയാം, കേൾക്കുന്നവര് അധികം ഉൾക്കൊണ്ടില്ലെങ്കിലും കേൾക്കുമ്പം മനസ്സിലാകണം പറയുന്നവൻ വിശ്വസിച്ചവനാണ്. കേൾക്കുന്നവരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയല്ല, പക്ഷെ പറയുന്ന നീ അഭിമാനത്തോടെ പറയണം. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. അവൻ യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും. ഇതൊക്കെ തീർത്ത് പറയണം. നിർത്തുക. ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. അതുകൊണ്ട് നാളെ മുതൽ വേദപുസ്തകമൊക്കെ ആയിട്ട് പോകുമ്പോൾ അഭിമാനത്തോടെ പോകണം. അല്ലാതെ ആരെങ്കിലും കാണുമ്പോൾ പുസ്തകം എടുത്ത് മാറ്റി വെച്ചേച്ച് അഭിമാനത്തോടെ. കുടുംബത്തിലൊക്കെ ഓരോ കാര്യത്തിന് പോകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ ദൈവ പൈതല, അല്ല എൻ്റെ ഭാഷ ഞാൻ പെന്തിക്കോസുകാരനാണ്, തൻ്റെ ഇടത്തോടെ പറയണം. അല്ല പെന്തിക്കോസിലാണ്, ഇല്ല അങ്ങനെയൊന്നും, ഞാൻ എല്ലായിടത്തും പോകും. ഞാൻ എല്ലായിടത്തും അത് പൊക്കോ. പക്ഷേ തൻ്റെ ഇടത്തോടെ പറയണം ഞാനൊരു ദൈവ പൈതല, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതല, ഞാൻ സ്നാനപ്പെട്ടൊരു ദൈവ പൈതല, ഞാൻ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതല, ഞാൻ വേർപാട് പാലിക്കുന്ന ദൈവ പൈതല, ഞാൻ കർത്താവിന്റെ വരവിന് നോക്കിക്ക പാർക്കുന്ന ദൈവ പൈതല. എന്റെ രാജ്യം ഇവിടെയല്ല, എനിക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലമൊരുക്കുന്നുണ്ട്. ഇത് അഭിമാനത്തോടെ പറയണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെയും ഇന്നും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിൻ്റെ 2 ചരണമേ പാടുന്നുള്ളൂ, 2 പാടുന്നുള്ളൂ. CSIയിലൊക്കെ പാടുന്ന പാട്ടാ. എനിക്ക് തോന്നുന്നു ഇനി മോശവത്സരം ശാസ്ത്രിയാരുടെ പാട്ടാണെന്നൊന്നും അറിയത്തില്ല. നല്ല പാട്ടാണ്. ആ പാട്ടിൻ്റെ 2 വരി ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. എഴുന്നേക്കാൻ പറഞ്ഞാൽ എല്ലാം ഇറങ്ങി അങ്ങ് പോകും. ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. സ്റ്റേജിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റു, നിങ്ങളെല്ലാം ഇരുന്നാൽ മതി. അപ്പോൾ 2 ശീല് പാടാം. നിങ്ങൾ പാട്ടുകാരും കൂടെ എഴുന്നേറ്റ് നിന്ന് പാടിക്കോ. ഇങ്ങോട്ട് വന്നു, അറിയാവുന്ന പാട്ടാണ്, അറിയായിരിക്കും, അതിപ്പോൾ ഒന്ന് പാടിക്കോ 2 ശീല്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകുമ്പോൾ നിങ്ങൾ പിന്നെ ഒടുവിലൊരു പാട്ട് പാടിക്കോ.
എല്ലാവരും ചേർന്ന് കൈയെടുക്കും. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് സന്തോഷമേ. ചേർന്ന് പാടും. ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, രക്ഷയിൻ സുവിശേഷത്തിൻ കൊടി കോശത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കുമേ, അത് സന്തോഷമേ. കൂടുവിൻ സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, ഓടുവിൻ, നിദ്രപിക്കുന്ന നീടുവിൻ, മനം പൊത്തല്ലാരും നീടുവിൻ. വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല അത് സന്തോഷമേ, അത് സന്തോഷമേ, അത് സന്തോഷമേ. കരമുയർത്തി ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? അപേക്ഷയാ, കൽപ്പനയല്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒക്കെ ഒന്ന് ഇറങ്ങി പോകരുതേ. ആ കരങ്ങളൊന്ന് വീശി, രണ്ട് കൈ ഒന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. കരങ്ങൾ വീശി. ഇന്നും എന്നേക്കും ചേർന്ന് പാടും. ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. ഒരിക്കൽ കൂടെ. കരങ്ങൾ വീശി. ഓ പാർക്കും നമ്മൾ. ജനമേ, ഹോമാ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഇന്നലെയും ഇന്നും ഇവിടെ വന്ന് ദൈവവചനം പറയുവാൻ ദൈവം ഭാഗ്യം നൽകി. ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും എന്നെ കേട്ടിരുന്ന നല്ലവരായ നാട്ടുകാർ, സമീപവാസികൾ, സ്നേഹിതർ, ദൈവമക്കൾ എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശീർവാദം പറഞ്ഞേച്ചേ നിങ്ങൾ പോകാവൂ. ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.